എന്ത് ചേച്ചി നേരത്തെ? അവന്റെ സ്കൂളിൽ നിന്ന് ഫോൺ വന്ന് വയ്യാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വരിക. എന്ത് പറ്റിയടാ? പനിയുണ്ട്. എന്തുപറ്റിയടാ? കൊച്ചിന് വയ്യാത്തോണ്ട് സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നേണെന്ന്. വയ്യേ? വാ നോട്ട്. തലവേദനേ? ജലദോഷോ? ചുമയാ? അതാ പനിയാ? നോക്കട്ടെ. ഡോക്ടർ ചോദിക്കല്ലേ, പറഞ്ഞോട്ട് മക്കളെ. എന്റെ അമ്മ എനിക്കൊന്ന് ഉറങ്ങണം, ഒന്ന് വാ. ഉറങ്ങാനൊന്നും പറ്റൂല. നീ എന്ത് ചെയ്തത്? ഇവന് വയ്യാന്ന് സ്കൂളിൽ നിന്ന് വിളിച്ച് പറയുമ്പോ നേരെ ആശുപത്രി കൊണ്ടുപോകണോ അതോ ഇങ്ങോട്ട് കെട്ടിയെടുക്കണോ? എന്റെ ബാല് വീട്ടിൽ വന്നിട്ട് നോക്കിയിട്ട് പോയാ പോരെ? വീട്ടിലെന്തോന്ന് നോക്കായി? ഒരു പാങ്ങ ഇവിടെ ഇരിക്കുന്നു. ജോലി ഇല്ലാതെ ചൊറിയും കൊത്തിരിക്കുകയല്ലേ? കറക്റ്റ് അല്ല, അതൊക്കെയല്ലേ നിന്റെ വിചാരം. എന്നെ വിളിക്കണോ? ഞാൻ വരുമായിരുന്നല്ല വിളിച്ചെങ്കിൽ. നിങ്ങൾ കൊച്ചിനെ ഒന്നിൽ അകത്തോണ്ട് കിടത്തി, അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോയി, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോവാ. ഇവിടെ നിന്ന് വളവള സംസാരിച്ചോണ്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആദ്യം സംസാരം ഒന്ന് നിർത്ത്. സംസാരം നീ നിർത്തടാ. എടാ, ഇത് പിള്ളേരെ കാര്യമാണ്, അല്ല വാഴയുടെ മൂടി കളയ്ക്കും പോലെ അല്ല. ചെറുക്കനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നാണ് കൊടുക്കാൻ. അല്ല കണ്ടെന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ഓ പിന്നെ അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ അങ്ങനെ ചെയ്യും. ഇതല്ല. വാ ആശുപത്രി പോ, ബാക്കി എടുക്കാം. ബാഗ് മാറ്റ്. ഇതെങ്ങനെ അങ്ങ് പോയാ അങ്ങ് എത്തുവോ? നീ പോടാ, കയറി അകത്ത് പോടാ. അല്ല, ഈ മരുന്നും ഗുളിയൊക്കെ വാങ്ങിക്കണമെങ്കിൽ അവിടെ ചുമ്മാ കിട്ടൂല. ഓ ഇതിലോട് ചെറുക്കനല്ല, പൈസ ഇട്. അങ്ങനെ വഴിക്ക് വാ ചേച്ചി. എടുത്തെടുത്ത് കൊടുത്തോണ്ടിരി. ഏക്കർ കണക്കിനുണ്ടായിരുന്ന സ്ഥലമാണ്. വെട്ടി വളർന്ന് ഇപ്പൊ 10-54 സെന്റായി. ഞാനും വരാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. നല്ല പനിയുണ്ട് കേട്ടോ. രാവിലെ രാസനാഥപടി തിരികെയാണ്. പനി വരാൻ ഒരു ന്യായമില്ല. കൊച്ചിന്റെ തലയിൽ രാവിലെ കൈ വെച്ചപ്പോഴേ തോന്നി. കൊച്ചു വാടി പെടഞ്ഞിരിക്കുന്നു. ഇവിടെ കാണുമല്ലേ? ഞാൻ വന്നിട്ടല്ലേ പോകൂ. എന്നെ കാണണം എനിക്ക് കേട്ടാ. ഓക്കെടാ, പോയിട്ട് കേട്ടാ. സൂക്ഷിച്ചു വേണേ. അറിയാം. പറഞ്ഞതാ ഇപ്പൊ. ആശുപത്രി എത്തുന്നതിന് മുമ്പ് എന്നെ തലയിട്ട് കൊല്ലുവോ? അല്ലേ ഞാൻ കൂടെ വരട്ടാ? അയ്യാ, നീപ്പ രണ്ടും കൂടെ അവിടെ ചെന്ന് തല്ലുപിടിക്ക്. നീ ഇവിടെ കാണണേ, നീ പോവല്ലേ. മുടിയൻ പറഞ്ഞത് കറക്റ്റാണ്. എന്താണ്? മുടിയനെക്കാളിലും ബാക്കിയുള്ളവരെക്കാളിലും അളിയന് കേശുവിന്റെ അടുത്ത് കുറച്ച് സ്നേഹം കൂടുതലുണ്ട്. പോടാ അവിടുന്ന്. ബാലുവിന് അങ്ങനെയൊന്നുമില്ല, എല്ലാവരോടും ഒരുപോലെ തന്നെയാ. അങ്ങനെയൊന്നും ചേച്ചിക്ക് അറിയാം. ചേച്ചിക്ക് അതറിയാം. അവന്റെ അടുത്ത് കുറച്ച് സ്നേഹം കൂടുതലാണ്. പോടാ അവിടുന്ന്. ഡോക്ടറുകൾ പറഞ്ഞു കേട്ടാ. എന്തോന്ന്? ദഹനക്കുറവ്. കണ്ണി കണ്ടതൊക്കെ വലിച്ചു കാറ്റും ആലോചിക്കണം. ഇനി മുട്ടായൊന്നും അധികം കഴിക്കില്ല കേട്ടാ. ഇഞ്ചക്ഷൻ എടുത്തപ്പോ അയ്യോ കിടന്ന് വിളിക്കണം ഞാൻ കേട്ട്. എന്തു പറ്റിയ വൈകിയേ? ആശുപത്രി കൊണ്ടുപോയപ്പോഴേ നേരെ നോക്കിയതിലും ഇല്ല, അഡ്മിറ്റ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു അഡ്മിറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ ഗുളിക മരുന്ന് കൊടുത്ത് ഇഞ്ചക്ഷൻ എടുത്ത്. എന്റെ ദൈവമേ, വിളിച്ച് പൊടിച്ചളഞ്ഞ ഇവിടെ ഒക്കെ. ആണോടാ? ഇതെന്തോന്ന് മരുന്നാ? ചേച്ചി ബാറ്ററി ഇതും ഡോക്ടർ പറഞ്ഞിട്ട് വാങ്ങിച്ചായിരിക്കും. ഡോക്ടർ പറഞ്ഞു അവന് ക്ഷീണം വരുമ്പോ എടുത്തു വെച്ച് ചാർജ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അച്ഛാ, കഴിക്കാൻ എന്താണ് വാങ്ങിച്ചത്? കഴിക്കാമോ? ഇതാണ്ടിരിക്കണ ബാറ്ററി എടുത്ത് കലക്കി കുടിച്ചോ, നല്ല ചാർജ് കയറും മോളെ. ഒന്ന് മിണ്ടായിരടാ, ഇത് ശല്യമായില്ലത്. നീ മരുന്നെടുത്ത് കൊടു ചെറുക്കനെ. മരുന്നിന് ഭയങ്കര കയ്പായിരിക്കോ? മധുരമാണേ എനിക്കും കൂടി തന്നേക്കാം. എടുത്ത് കൊടു. നേരത്തെ ഭയങ്കര തലവേദനയമ്മ. മോളൊരു കാര്യം ചെയ്യ്, വിക്സ് എടുത്ത് വരട്ട്. കുട്ടു ഡോക്ടർ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. ഇത് ഞാൻ പറഞ്ഞതിന് നേരത്തെ പറഞ്ഞതിന് നീ പറഞ്ഞ എനിക്ക് തിരിച്ചു പറഞ്ഞു പറയാലോ. പിന്നെന്താ തലവേദന ചാവാറായി അതിന്റെ ഇടയ്ക്കിട്ടാ. മോളൊരു കാര്യം ചെയ്യ്, നീ വെയിറ്റ് ചെയ്യ്. അച്ഛൻ പോയി ഒരു 5 മിനിറ്റ് വരാം, മരുന്ന് കൊണ്ടുവരാം കേട്ടാ. നീ എന്തിനാണ് ഇത്ര ഒച്ച എടുക്കണത് ഇവിടെ? തലവേദന ആണെങ്കിൽ ഇങ്ങനെ ബഹളം വയ്ക്കുവോ? കുടിപ്പോയ പാപ്പ അകത്തേരി പോ, അല്ലെങ്കിൽ പോ. എടുത്തല്ലേ. അതെ, മരുന്ന് വാങ്ങിക്കണ കൊള്ളാം. കണ്ണി കണ്ട മരുന്നൊന്നും വാങ്ങിച്ച് പിള്ളേർക്ക് കൊടുക്കരുത്. എടാ, ഇത് ചെറിയ തലവേദനയുടെ. ചെറിയ തലവേദനയ്ക്ക് തന്നെ അസുഖം വന്നാൽ ആശുപത്രി പോകണം.
എന്നിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് മാത്രമേ സേവിക്കാവൂ. എനിക്കറിയാം ഏത് മരുന്ന് സേവിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. ആ പിന്നെ എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചു കൊടു. ഓ എന്റെ അമ്മ ബാലു ഒന്ന് പോയിട്ട് വാ. ഞാൻ വരുമ്പോഴത്തേക്കും നീ ഒരു കാര്യം ചെയ്യും. എന്ത് ഇങ്ങനെ ആയി കൊടുത്തോണ്ടിരി. ഇങ്ങനെ ആക്കണം. മാറോ കുറയോ? ഓ എത്ര പൗണ്ട് കൊടുക്കണം? ഒരു 0.07 പൗണ്ട് കൊടുത്താൽ മതി. ആ ഇത്രയും പ്രഷർ വേണം. ആദ്യം അവൻ്റെ അടുത്ത് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ. അല്ലെ നീ പോയി വാങ്ങിച്ചോടാ. ഞാൻ എന്തിനാ വേണം? അളിയൻ പോയി വാങ്ങിച്ചിട്ട് വാ. ചുമ്മാ ആയിക്കല്ലേ, പോയിട്ട് വാ. ഇങ്ങനെ ഞാൻ ആക്കി കൊടുത്തോളാം. ബാലു മേടിച്ചിട്ടുണ്ടോ പോയി? ചേച്ചി 0.00. എന്താടാ നിനക്ക്? എപ്പോ നോക്കിയാലും അങ്ങനെ വെറുതെ ഇങ്ങനെ ശല്യം ചെയ്തോണ്ടിരിക്കും. അപ്പൊ എന്നെ പറയണൊന്നും കേൾക്കണില്ലേ അങ്ങോട്ട്? അത് സ്നേഹം കൊണ്ടല്ലേ? അപ്പൊ ഞാൻ പറയുന്ന സ്നേഹം കൊണ്ട് തന്നെ. ഭർത്താവിനെ പറഞ്ഞപ്പോ അങ്ങ് നൊന്ത്. ഇനി ഭർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. മാമ ഒന്ന് നിർത്ത്. ഒന്ന് പോയി തരും ഇവിടുന്ന്. തലവേദന എടുത്തിട്ട് നിക്കപ്രതീതമ്മേ. ഇന്നലെ നിനക്ക് അകത്തോട്ട് പോയിക്കൂടെ? ഞങ്ങൾ ഇതിനാ പോണത്. ചെല്ലകത്ത് പോയി കിടക്ക്. അതിന്റെ അപ്പുറം എന്താടാ കുട്ടു ഇത്? എനിക്ക് നീയല്ലേ ഉള്ളൂ എന്തെങ്കിലും സങ്കടം വന്നു എന്തായാലും ഉണ്ടെങ്കിൽ ചൂടാവല്ലേ? അമ്മ എന്നെ എടുത്തോണ്ട് രാത്രി എടുത്തു പോയി കിടക്കട അവിടെ. അച്ഛനാണെങ്കിൽ എന്നെ എടുത്തോണ്ട് പോയേനെ. ഓ മാമ എടുക്കാം മക്കളെ. ചേച്ചി അസുഖം വന്നിരിക്കുന്ന കൊച്ചാണ്, എന്നാലും അങ്ങനെ പറയാൻ പാടില്ല, പറയാതിരിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് ഇവ കഴിക്കണമെന്ന് പുറത്തു പോകണില്ലെന്നാണ് തോന്നണത്. പോടാ അവിടുന്ന് പടി കാന്താരി. നീ എന്തോന്നെ എന്റെ അടുത്ത് വന്ന് കിടക്കുന്നേ? അതെ ചേട്ടാ, ഈ പനി വന്നാൽ നല്ല രസാ. എന്താ ഇങ്ങനെ മൂതി പൊടിച്ച് കിടന്ന് ഉറങ്ങാം, പിന്നെ പഴങ്ങൾ കഴിക്കാം, എല്ലാവരും സ്നേഹിച്ചോളും, നല്ല സുഖം. ആ ശിവ മാറിക്കിടക്ക്. പനിയല്ലേ അവന്? മാറിക്കിടന്നേ അങ്ങോട്ട്, പനി വരും. അമ്മ ഞാൻ കുറച്ചേരം പ്ലീസ്. വേണ്ടടാ, അതേ പനി അവന്, നല്ല പനിയുണ്ട്. അതിന്റെ കൂടെ കിടന്ന പനി വരും കേട്ടാ. മാറിക്കിടന്ന മോൾ അങ്ങോട്ട് വരട്ടെ. പനി വന്നോ എന്താ കുഴപ്പം? ആ പനി വന്നാ എന്താ കുഴപ്പം? ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും പനി വന്നിട്ടുണ്ടെങ്കിൽ. കുറവുണ്ടോ മോനെ? പനി ഉണ്ടല്ലോ. ബഹളമൊന്നുമില്ല. ഇവള് വന്ന് ഇവനെ ശല്യപ്പെടുത്തുക. അവന്റെ കൂടെ കിടന്ന് പനി വരൂല്ലോ അവക്ക്. എപ്പോഴാ വരച്ചാ? അസുഖങ്ങൾ വരുന്നത് ഒരു നിശ്ചിത സമയം എന്നൊന്നില്ല. ഒരു മനുഷ്യന് അവന്റെ പ്രതിരോധ ശേഷി ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ അച്ഛന് പനി വന്നിരിക്കട്ടെ, പ്രശ്നമാവും, പക്ഷെ പനി വരില്ല. ഇതിപ്പോ വരുമെന്നാണോ വരില്ലെന്നാണോ? വരും, വരാതിരിക്കാം. പിന്നെ വായ്മച്ചോട് മിണ്ടായി. ഡേയ്, ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം സീരിയസ് ആയിട്ട് ചോദിക്കട്ടാ? ഈ ജന്മത്തില് ഞാൻ അറിഞ്ഞുകൊണ്ട് നിനക്ക് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, നല്ലതേ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് അരിയുണ്ട വാങ്ങി കൊടുത്തിട്ടുണ്ട്, അവ കയറ്റിട്ടുണ്ട്. ഇനി കഴിഞ്ഞ ജന്മത്തിൽ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താടാ നിനക്ക് ഇത്ര വിരോധം എൻ്റെ അടുത്ത്? അളിയ എനിക്ക് മാത്രമല്ല ദ്രോഹം ചെയ്തിട്ടുള്ള, ഞങ്ങളുടെ കുടുംബത്തിന് മൊത്തത്തിൽ ദ്രോഹമേ ചെയ്തിട്ടുള്ളൂ. അതിനൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഇവൻ എൻ്റെ അടുത്ത് ഒരു സ്നേഹമില്ലേടി? എനിക്ക് സ്നേഹം ഉണ്ടെന്ന് സംശയമാണ് ഇപ്പൊ നിങ്ങളോട്. അച്ഛാ, അച്ഛൻ പേടിക്കണ്ട. ആർക്കും അച്ഛനോട് സ്നേഹമില്ലെങ്കിൽ എനിക്കുണ്ട്. ഐ ലവ് യു അച്ഛാ. ഉമ്മടാ. എടാ എനിക്ക് നിന്നോട് ഇഷ്ടമുള്ള കളവൻ കേശു. നീ കൂടി ചൈന കുരങ്ങ. ചൈന കുരങ്ങ? അതൊരു വർഗത്തിൽപ്പെട്ട കുരങ്ങ. എന്റെ അമ്മേ, എന്റെ ഒരു വിധി.